ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 2-ാം തീയതിയാണ്, വ്യാഴാഴ്ച. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല കേട്ടോ. 2 പേർക്ക് അവധിയാണ്. ആലിമിന് 1-ാം തീയതി ആണെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 2 പേർക്കും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കിച്ചൺ പ്രോഡക്ട്സ് വാങ്ങിച്ചതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു മസാല ബോക്സ് ആണ് ഇത് 2 എണ്ണം, ഒന്ന് വാങ്ങിക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ കോംബോ ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കിച്ചണിലേക്ക്, നമ്മുടെ മെയിൻ കിച്ചണിലേക്കാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചതച്ച മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെയാണ് അതിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് ഞാൻ വർക്ക് ഏരിയയിലല്ല, അകത്ത് തന്നെയാണ് കിച്ചണിൽ ജോലി ചെയ്യാറ്. അത് ഒരു ഉച്ച സമയം അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമുക്ക് വർക്ക് ഏരിയയിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടാവും. രാവിലെ തന്നെ ജോലി തീരുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ വർക്ക് ഏരിയയിൽ കയറാറുള്ളൂ. അല്ലാത്ത സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലുണ്ടാവും, പിന്നെ ചൂടും ഉണ്ടാവും. ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ എനിക്ക് അകത്ത് നിന്ന് ജോലി ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അന്നേരം നമ്മൾ ഈ പാത്രം എടുത്തിട്ട് അപ്പുറത്തേക്ക് ആ മസാല ബോക്സ് എടുത്തിട്ട് മെയിൻ കിച്ചണിലേക്ക് ഓടണം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് ഇതേപോലെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാമല്ലോ. ഓരോ ഐറ്റംസ് എടുക്കാനായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ അതാ അങ്ങനെ ആ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ. രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ അരിക്കിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇപ്പുറത്ത് ഇന്നലത്തെ മീൻ കറി ഒന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിളപ്പിച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണല്ലോ. രാത്രി തിളപ്പിച്ച് വെച്ചാണ്. അപ്പോൾ അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഇതാ ആദ്യം തന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇതാ നന്നായിട്ട് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് ആവശ്യമുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഈ ഒരു മൺകലത്തിലാണ് കേട്ടോ, മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഇതേപോലെ മൺചട്ടിയിൽ കറി വെക്കാൻ എനിക്കിഷ്ടമാണ്. എൻ്റെ അടുത്ത് അത്യാവശ്യം ഒരു 5-6 ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നിനും ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മീൻകറി, കുറച്ച് മീൻകറി ഉള്ളെങ്കിൽ വെക്കാനായിട്ട് ഒരു ചട്ടി, അധികം ഉണ്ടെങ്കിൽ വേറെ ചട്ടി, അതായത് വലിയ മീനൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ, അപ്പോൾ അതിനായിട്ട് വേറെ ചട്ടി, അങ്ങനെ ചട്ടികളുണ്ട്. അപ്പോൾ ഞാൻ കറി ഇതേപോലെ ഒലത്തിയെടുക്കൽ, തക്കാളി ചമ്മന്തി, അതൊക്കെ ചില സമയത്ത് ഇതേ ചട്ടിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കറി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ സവാളയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് എന്താ പറയുക, നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടി അങ്ങോട്ട് ചേർത്ത് വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കറിയൊക്കെ ആകുന്ന കൂട്ടത്തിൽ ഞാൻ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വരാൻ സമയം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഞാൻ കിച്ചൺ സ്ലാബ്, പിന്നെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്ന പാത്രങ്ങൾ, ഇതൊക്കെ മാറ്റി ഒന്ന് കഴുകാനായിട്ട് മാറ്റിക്കൊണ്ടുപോയി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ജോലി നടക്കുമല്ലോ നമ്മളുടെ. മാക്സിമം ഈ വർക്ക് ഏരിയയിലെ ജോലി ഞാൻ രാവിലെ തന്നെ തീർക്കാൻ നോക്കാറുണ്ട്. കാരണം നല്ല വെയിലാണ് കേട്ടോ. അവിടെ നമുക്ക് നിൽക്കാനേ പറ്റില്ല. ഒരു 11 മണിക്കൊന്നും ഒട്ടും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ എൻ്റെ ജോലിയൊക്കെ ഞാൻ വേഗം അങ്ങോട്ട് തീർക്കുന്നത്. പിന്നെ രാത്രി സമയത്താണെങ്കിലും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ വർക്ക് ഏരിയയിൽ ചെയ്യാനായിട്ട്. അതൊക്കെ ഞാൻ മെയിൻ കിച്ചണിൽ വെച്ച് തന്നെയാണ് ചെയ്യാറ്. ഇതാ കാണുന്നതാണ് കേട്ടോ എൻ്റെ ചട്ടികൾ. ഞാനിതൊക്കെ ഈ സ്റ്റാൻഡൊക്കെ ഞാൻ ഓൺലൈൻ തന്നെ വാങ്ങിച്ചാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ കംഫർട്ടായിട്ട് അങ്ങനെ ഇരുന്നോളും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല രീതിയിൽ നോക്കി കേട്ടോ. ചട്ടികൾ ആദ്യം നിരത്തി വെച്ചു, അതിനുശേഷം താഴെ കബേർഡിൽ നമ്മൾ അതിൻ്റെ അടിയിൽ വെച്ചു. പക്ഷേ ഈ പൂപ്പൽ വരുന്നു, അത്യാവശ്യം എന്താ പറയുക, വെയിലും കൂടി കിട്ടണം എങ്കിൽ മാത്രമേ ചട്ടികളൊക്കെ ഒന്ന്
അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ പൂപ്പൽ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ തന്നെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടോ. നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം നനവ് പാടില്ലല്ലോ, എപ്പോഴും ഒരു ചെറിയൊരു ചൂട് കിട്ടണം. അപ്പോൾ ഈ വർക്ക് ഏരിയയിലായതുകൊണ്ട് അത്യാവശ്യം ചൂടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചേച്ചി തന്ന, അടുത്ത വീട്ടിലെ ചേച്ചി തന്ന ചമ്മന്തിപ്പൊടി ഇരിക്കുന്നുണ്ട്, പിന്നെ അതാ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നെ ധാരാളമാണ്. എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ വീട്ടിലുണ്ടല്ലോ, വേഗം അവൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വർക്ക് ഏരിയയിലോട്ട് വന്നാണ് കേട്ടോ കളിക്കാനായിട്ട്. രണ്ടുപേരും കൂടി വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് TV കാണാനായിട്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലെഗിൻസ് വാങ്ങിച്ചാണ്. കുറച്ച് നമുക്ക് ചില ഡ്രസ്സുകളുണ്ടല്ലോ, നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ചുരി ബോട്ടമൊക്കെ ആയിരിക്കും തയ്ച്ചേക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വീട്ടിലിടാനോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ ലെഗിൻസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ, അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകൾക്ക് ഇടാനായിട്ട്. ഇപ്പോൾ ആലിമിനെ കൊണ്ട് അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിച്ചാണ്. കുറച്ച് ടോപ്സ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതിന് അങ്ങനെ മാച്ചായിട്ട് കുറച്ച് ലെഗിൻസ് വാങ്ങിച്ചാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് അത്യാവശ്യം പുറത്തും വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും കഴുകിയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ അലക്കാനുള്ള ഡ്രസ്സാണ്. ഇതിപ്പോൾ എൻ്റെ മാലിമിൻ്റെ മാത്രമാണ് ഈ കൊട്ടയിൽ ഇത്രയും കിടക്കുന്നത്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, ആഹിലിൻ്റെ ഉണ്ട്. ഇനിയിപ്പോൾ മേളിൽ പോയിട്ട് അതൊക്കെ ഒന്ന് അലക്കാനിടണം. അപ്പോൾ ഞാൻ അലക്കാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് പോന്നപ്പോൾ അവിടെ അഴയിൽ കിടന്നു വെച്ചാൽ മടക്കാനുള്ള തുണിയും കൂടി എടുത്തിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് മടക്കാമെന്ന് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആലും ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആഹിലും അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് വാട്ടർമെലൻ കട്ട് ചെയ്ത് ഇതേപോലെ പീസാക്കിയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് കഴിക്കാം കേട്ടോ. ആലിമിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത്രയും കൂടി മധുരം അതിൽ മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, പഞ്ചസാര. പിള്ളേർക്ക് കൊടുത്തിട്ടില്ല. എനിക്കെന്തോ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി അധികം മധുരം കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല ശീലമല്ല എന്നറിയാം, എങ്കിലും ഒരു മിഠായി ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇന്ന് വൈകിട്ട് ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.